എന്തിനാ അപ്പൊ കല്യാണം കഴിക്കുന്നത്? ഒന്നിലധികം സുഖം കിട്ടാൻ മാത്രം. സംരക്ഷിക്കാനാ കല്യാണം. അല്ലാതെയോ ആദ്യത്തെ പെണ്ണുങ്ങൾ കാണാതെ രണ്ടാമത് പോയി കെട്ടണമെന്നോ? ഞാൻ ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇന്ന് കോഴികളെ മാതിരിയായിരുന്നു എന്നാ. പെണ്ണുങ്ങൾക്ക് ഒരു വിലയും കൊടുക്കൂല, ഇഷ്ടം പോലെ ഓരോ രാത്രി ഓരോ പെണ്ണുങ്ങൾ. ഇസ്ലാം അത് ക്രോഡീകരിച്ചു. റസൂലുള്ള കൽപ്പന കൊടുത്തു, ഒരിക്കലും നിങ്ങൾ ആ വൃത്തികേട് ചെയ്യരുത്. നിങ്ങൾക്ക് പോറ്റാൻ, നീതി കാണിക്കാൻ, സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ 4 വരെ ആവാം എന്നുള്ളൊരു ഉപദേശം കൊടുത്തത് മാത്രമാണ്. അല്ലാണ്ട് സർവ്വ ആണുങ്ങളും പോയിട്ട് 4 കെട്ടട്ടെ എന്നല്ല. ആദ്യത്തോടെ ഓളെ വാപ്പാനെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് കെട്ടിക്കൊണ്ടുവരണമൊന്നുമല്ല. ആൾക്കാരൊക്കെ വിചാരതാ എന്ത്, ഓളെ സമ്മതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊന്ന് പോയി കെട്ടാന്ന്. ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കാൻ, സ്നേഹത്തോടെ പെരുമാറാൻ. ഇന്ന് അങ്ങനെയൊക്കെ സംരക്ഷണം പറഞ്ഞ് കെട്ടിയിട്ട് ആദ്യത്തോടെ തിരിഞ്ഞോക്കാത്തവരുണ്ട്, നരകിപ്പിക്കുന്നവരുണ്ട്, ആദ്യത്തെ മക്കളെ തിരിഞ്ഞോക്കാത്തവരുണ്ട്. കാരണം എന്താ? രണ്ടാമത്തെ പെണ്ണുങ്ങൾ ആദ്യം വാശി പറയുന്നത്, ദാ ഇന്നെ കെട്ടിക്കാൻ എന്റെ അടുത്ത് വെക്കണം. എത്ര കേസാണെന്നറിയോ? ഞാൻ നിരുത്സാഹപ്പെടുത്തല്ലോ. ഒരു ബന്ധത്തിന്റെ ലൈംഗിക സുഖത്തിന് മാത്രം പെണ്ണെട്ടാനൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല, അതിന് മതം മാറാനും പറഞ്ഞിട്ടില്ല. അങ്ങനെ മതം മാറിയോലെ ഇസ്ലാമിന് വേണ്ടാന്നാ പറഞ്ഞത്. ഇസ്ലാമിന്റെ നിലപാടാണത്, ശൈലിയാണത്. ഓരോ രംഗത്തും